വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തൊരു വയലൻസ് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? മലയാളത്തിൽ റോക്കി ബോയ് എന്ന് പറയാം. അടിപൊളി, നമ്മൾ സെറ്റാ, അടിപൊളി. ഹോളിലോട് ഫുഡ് മേക്കിംഗ് ആണ്. പയ്യന്മാരൊക്കെ കയ്യിലെടുത്തത് ലെഗസിയാണ് അങ്ങനത്തെ പടം. വെടികൊണ്ടവരും വെടിവെച്ചവരെല്ലാം ഒരേ തീ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമണ്ണിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. വിഷയമാണ്. അടുത്ത 100 കോടി എന്തായാലും ആവും. ഉറപ്പായിട്ടും. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. ക്രിസ്മസ് വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. മറ്റുള്ള ഭാഷകളുടെ വയലന്റ് ജോണർ മൂവീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ തകർത്ത് ആഘോഷിച്ച് അർമാദിക്കാറുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി KGF പിന്നെ മറ്റേ കില്ല് മൂവി ഒക്കെ ഇല്ലേ, അതുപോലൊരു കൾമിനേഷൻ പോലെ തോന്നി. ഇറ്റ് വാസ് നൈസ് മൂവി. Each and every word counts. വയലൻസ് എക്സ്ട്രീം കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വയലൻസ് പടം ഇതാണ്. ഞാൻ എന്തായാലും പറയാം, കേരളത്തിലല്ല, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതായിരിക്കും. നൈസ് മൂവി, വെരി നൈസ് ആക്ഷൻ പാക്ഡ് മൂവിയാണ്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? ഇപ്പം മലയാളത്തിൽ ഇതുപോലെ ഇത്ര ഒരു ഫൈറ്റ് പടം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പടം അത്യാവശ്യം കാണുന്ന ഒരാളാണ്, പക്ഷെ ഇതിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റിയെ ജഡ്ജ് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാരല്ല. നൈസ്. നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? ബ്രൂട്ട് നല്ല കിടിലൻ, ആ ബ്ലഡ് സ്റ്റെയിനാണ് നല്ല കിടിലൻ മേക്കിംഗ് ഉണ്ട്. പിന്നെ ആ ബ്രൂട്ടിൽ കൊണ്ടുവന്ന ആ സൈൻ എനിക്ക് അത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല രസമുണ്ട് കാണാൻ. സാറിന് ഓർപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാണ്? ഗംഭീരമായിട്ടുണ്ട്. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത്ര വയലൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇത്രയും പ്രതീക്ഷയില്ല. അടിപൊളി പടമായിരുന്നു. എത്രയും ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് വന്നത്. കില്ലൊക്കെ കണ്ടപ്പോഴത്തേക്കൊക്കെ ആ ഒരു ഇതിൽ, പക്ഷെ ഒരു രക്ഷയിൽ അടിപൊളി. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്.